അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാ, ഇന്ന് പറയുന്ന അറിവ് മയ്യിത്ത് നമസ്കാരം എങ്ങനെ നിർവഹിക്കണം ഉള്ളതിനെ കുറിച്ചാണ്. ഇന്നും പല സുഹൃത്തുക്കൾക്കും പല ആളുകൾക്കും മയ്യിത്ത് നമസ്കാരം എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിർവഹിക്കണം എന്നുള്ളതും അതിലെന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടതെന്നുമുള്ള ഒരു ഗ്രാഹ്യമായ അറിവില്ലായ്മ ഉണ്ട്. അതിനാൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണത് ചെയ്യണതെന്ന് നോക്കാം നമുക്ക്. മയ്യത്ത് നമസ്കാരത്തിന്റെ ഷർത്തുകൾ: ആദ്യം തന്നെ മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹാളിറായ സ്ഥലത്തുള്ള മയ്യത്തിനേക്കാൾ നമസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കുക. മയ്യത്ത് നമസ്കാരത്തിന്റെ ഫറലുകൾ: നിയ്യത്ത്, കഴിവുള്ളവൻ നിൽക്കൽ, 4 തക്ബീർ ചൊല്ലൽ, ഫാത്തിഹ ഓതൽ, 2-ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ, അതുപോലെ തന്നെ 4-ാം തക്ബീറിന് ശേഷം സലാം വീട്ടുക. ഇതൊക്കെയാണ് മയ്യത്തിന്റെ ഷർത്തുകളും ഫറലുകളും. മയ്യത്ത് നമസ്കാരത്തിന്റെ സുന്നത്തുകൾ: ഫാത്തിഹയിൽ അഊദ് ഓതലും ആമീൻ പറയലും സുന്നത്താണ്. തക്ബീർ ഉറക്കെ ചൊല്ലലും ഖിറാഅത്ത് പതുക്കെ ഓതലും ഇമാമിന് സുന്നത്താണ്. 3 സ്വഫായി നിൽക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അരയുടെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത്. മയ്യത്ത് നമസ്കാരത്തിന്റെ പൂർണ്ണ രൂപം: ആദ്യം തന്നെ നിയ്യത്ത് പറയുക. ഉസല്ലിൽ ഫറള അലാ ഹാദൽ മയ്യിത്തി 4 തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല മഅൽ ഇമാമി. ഈ മയ്യത്തിന്റെ മേൽ ഫറളായത് 4 തക്ബീറുകളോട് കൂടി കിബിലയ്ക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമിന്റെ കൂടെ ഞാൻ നമസ്കരിക്കുന്നു എന്ന്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ 2-ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഗ്ഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സഗ് മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനഖിഹി മിനൽ ഹതായ കമാ യുനഖി സൗബുൽ അബിയദു മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഹൈറൻ മിൻ ദാരിഹി വഅഖ്ലൻ ഹൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഹൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹു ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പു നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേ. ഈ മയ്യത്തിന്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കിടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ. വെള്ളം, ഹിമം, ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്കുകയും ചെയ്യണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് ഈ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണമേ. ഇവന്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ നല്ല കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയും നൽകണമേ. ഇവനെ നീ സ്വർഗത്തിൽ കടത്തുകയും ഖബറിലെ ശിക്ഷയിലും വിപത്തിലും നരകശിക്ഷയിലും നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. മയ്യത്ത് സ്ത്രീയാണെങ്കിൽ ഹു എന്നതും ഹി എന്നതും ഹ എന്നാക്കുക. ഫിത്നതിഹി എന്ന സ്ഥലത്ത് മാറ്റം വരുത്തേണ്ടതില്ല. ഉദാഹരണത്തിന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. ഒന്നിൽ കൂടുതൽ മയ്യത്തുകൾ ഉണ്ടെങ്കിൽ ഹും എന്നാക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും എന്നാക്കുക. 4-ാം തക്ബീറിന് ശേഷം ഈ ദുആ സുന്നത്താണ്. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
അള്ളാഹുവെ, ഞങ്ങൾക്ക് ആ മയ്യത്ത് നമസ്കാരത്തിന്റെ കൂലി നീ തടയരുതേ. അവന്റെ കാലശേഷം ഞങ്ങളെ നീ നശിപ്പിക്കരുതേ. അവനും ഞങ്ങൾക്കും നീ പുറത്തു തരയണമേ. അള്ളാഹുവെ, നമുക്ക് ഇഹലോകത്തിന്റെ നന്മയും പരലോക നന്മയും ഉണ്ടാകട്ടെ. നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ അല്ലാ. ശേഷം സലാം വീട്ടൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ ഇത്രയുമാണ്. അത് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പഠിക്കുക. പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നമുക്ക് മയ്യത്ത് നമസ്കാരത്തിന്റെ കൂലി, നമസ്കരിച്ചതിന്റെ കൂലി ലഭിക്കാൻ ഒരുപാട് ഇതാണ്. ഇൻഷാ അല്ലാ മയ്യത്ത് നമസ്കാരം പഠിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിലോട്ട് ആരെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, മുന്നോട്ട് വന്ന് പറയാം, എനിക്കറിയാം, ഞാൻ നമസ്കരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിൽക്കാമെന്ന് പറയാമല്ലോ. ഇൻഷാ അല്ലാ എല്ലാവരും ഇത് പഠിക്കുക. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.